ഓരോ അവധിക്കും ഈ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും നാൾ ഒരു 6 മാസക്കാലം കുഴപ്പമില്ലാതെ കൊണ്ടുപോയി. ഇനി മുമ്പോട്ടുള്ള ഒരു 6 മാസം നീ കൊണ്ടുവരണമേ, അടുത്ത അവധിക്കാലം വരെ വീണ്ടും ഒരു കുഴപ്പവും ഇല്ലാതെ കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ അവധി കഴിഞ്ഞ് പോകുമ്പോഴും ഈ ദേവാലയത്തിൽ നിന്ന് പോകുന്നത്. വീണ്ടും വലിയ കുഴപ്പമൊന്നുമില്ലാതെ അടുത്ത അവധിക്കാലം വരും. അന്നും ഇതുപോലെ തന്നെ വന്ന് ഈ അൾത്താരയിൽ പ്രാർത്ഥിക്കും. മുത്തിയമ്മേ, 6 മാസം നീ വീണ്ടും സംരക്ഷിച്ചു, വീണ്ടും അടുത്ത 6 മാസം കൂടി നിന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് വീണ്ടും പോകുന്നത്. അങ്ങനെ 10-11 വർഷക്കാലം മുത്തിയമ്മ യാതൊരു കുറവും കൂടാതെ യാതൊരു കുറ്റങ്ങളും ഒന്നും ഉണ്ടാകാതെ വളരെ വലിയ ദൈവാനുഗ്രഹമാണ് അത്. അങ്ങനെ സെമിനാരി ജീവിതത്തിൽ ഒരു കുഴപ്പവും നമുക്കൊരു റിസ്ക് പോലും ഉണ്ടാകാതെ വളരെ സേഫായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു സെമിനാരി ജീവിത കാലഘട്ടം പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. അതിന് ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു അൾത്താരയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുകയാണ്. ഈ യാത്രയിലെല്ലാം എന്നോടൊപ്പം എൻ്റെ കൂടെ എന്നെ ചേർത്ത് പിടിച്ച് നിർത്തിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്, കുടുംബക്കാർ ഓരോരുത്തരുമാണ്. പ്രത്യേകിച്ച് ഈ പട്ടത്തിൻ്റെ പ്രാർത്ഥനാ സമയത്തൊക്കെ ഞങ്ങളോട് പറയും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയും. കൈവപ്പ് പ്രാർത്ഥനയുടെ സമയത്തും തുടക്കം മുതൽ പട്ടം കൊടുത്തു കഴിഞ്ഞ് വരുന്ന ആ പ്രാർത്ഥനകൾ വരെ ഒരു 4 കാനോനകളുണ്ട്, 4ആയിട്ടാണ്. അപ്പോൾ ആ സമയത്തെല്ലാം നിങ്ങൾക്ക് വേണ്ട ഓരോ കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള അച്ഛന്മാരൊക്കെ പറഞ്ഞ് വിടുമായിരുന്നു. അങ്ങനെ ഈ ഇന്നലെ പഠനത്തിൻ്റെ സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും ഞാൻ ഓർത്തു. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖങ്ങൾ, അതെനിക്ക് തീർത്തും ഉറച്ചു തന്നെ പറയാൻ സാധിക്കും. എല്ലാവരുടെയും മുഖങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ ഓർഡർ അനുസരിച്ചാണ് ഓർത്ത് വന്നത്. അമ്മമാരെയും അവരുടെ മക്കളെയും ഏർപ്പന്മാരെയും അവരുടെ മക്കളെ അങ്ങനെ കൃത്യം ഓർഡർ ഓർത്ത് വന്നുകൊണ്ട് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാത്ത ഒരു മുഖം പോലും ഇല്ല. ഒപ്പം സുഹൃത്തുക്കളെയും അയൽപക്കക്കാരെയും എല്ലാം അങ്ങനെ എല്ലാവരെയും ഒരു രീതിയിലാണ് ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ചത്. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ചു എന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സ്നേഹമുള്ളവർ, 7 അമ്മാവന്മാരുണ്ടായിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭാഗ്യമാണ്. കാരണം 7 കുടുംബങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ വൈച്ചാച്ചനും സോവിയാനിയും ലൈസാനിയും അവരുടെ എല്ലാം കുടുംബങ്ങളുടെയും പ്രാർത്ഥനകളും എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളത് എപ്പോഴും ഒരു വലിയ ബലം തന്നെയാണ്. എൻ്റെ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലം തന്നെയാണ്. കാരണം കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളുടെ പ്രാർത്ഥനകൾ ഓരോ സമയത്തും എന്തുമാത്രം ബലപ്പെട്ടതാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് എന്തുമാത്രം എന്നെ ശക്തിപ്പെടുത്തി എന്നുള്ളതും നിങ്ങളെക്കാളും നന്നായിട്ട് അറിയാവുന്നത് എനിക്കാണ്. കാരണം അയോഗ്യനായിട്ടും ഞാനിന്നിവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്, അതിൻ്റെ ത്യാഗമാണ്, അത് ആ വേദനകളുടെ ഒരു ഫലമാണ്. എനിക്കറിയാം, എന്നെക്കാളും ഒരുപാട് ആഗ്രഹിച്ചത്, ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഏറെ സ്നേഹത്തോടെ നന്ദി പറയേണ്ട ആവശ്യമില്ല എങ്കിലും ഏറെ സ്നേഹത്തോടെ ഈ മുത്തിയമ്മയുടെ സന്നിധിയിൽ നിന്ന് എവരെയും നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. ഈ ഒരു നിമിഷം ഞാൻ ഏറെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് മരിച്ചുപോയ രാമൂരത്തെ അമ്മച്ചിയെയും ചാച്ചനെയും അതുപോലെ തന്നെ പാപ്പയുമാണ്. കാരണം നമുക്കറിയാം, അമ്മച്ചിയുടെയൊക്കെ ഒരു കുടുംബത്തിൽ നിന്നൊരു വൈദികൻ വേണമെന്നുള്ള അമ്മച്ചിയുടെ ഒരു ആഗ്രഹമൊക്കെ നമുക്ക് ഒരുപാട് അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് അമ്മാവന്മാരും മമ്മിയൊക്കെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അമ്മച്ചി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഒത്തിരി ഒന്നും ഇല്ല എങ്കിലും ആ വീടും അവിടെ ഞാൻ പോയി ഇടയ്ക്ക് അവധിക്ക് നിന്നിരുന്ന സമയങ്ങളുമെല്ലാം ഞാനിപ്പോഴും എൻ്റെ ഓർമ്മയിൽ പച്ചക്കടാതെ ഇന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിയും ചാച്ചനും അതുപോലെ തന്നെ പാപ്പയും എല്ലാം സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇന്നലെ എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇന്നും അവർ നമ്മോടൊപ്പം സന്നിഹിതരാണ്. അപ്പം ഏറെ സ്നേഹത്തോട് എല്ലാവരെയും ഒരുപാട് നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുകയാണ്. തുടർന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഒപ്പം ഉണ്ടായിരിക്കണം. ഈ ഒരു മാമോദീസ വേളയിൽ 2 ഉത്തരവാദിത്തങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഒന്ന്, എനിക്ക് വേണ്ടി തന്നെ ഒരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് ത്യാഗങ്ങളെ സഹിച്ച് വേദനകളെ സഹിച്ച് എന്നെ ഈ നിലയിലൂടെ എത്തിച്ചു. ഇനി മുമ്പോട്ടും ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ലൊരു പുരോഹിതനായിട്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അത് എൻ്റെ ജീവിത അവസാനം വരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഞാനിത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി പറയുന്നുവെന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണം, എൻ്റെ ശുശ്രൂഷ മേഖലകളെ ഓർക്കണം. ഞാനായിരിക്കുന്ന ഇടവകളിൽ ഞാൻ കടന്നു ചെല്ലുന്ന ദൈവജനങ്ങളുടെ അവരെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകം ഓർക്കണമെന്ന് ഒത്തിരി സ്നേഹത്തോടു കൂടി അപേക്ഷിക്കുകയാണ്. രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇന്ന് മാമോദീസ സ്വീകരിക്കാനായിട്ട് പോകുന്ന കാതറിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ പട്ടക്രമത്തിൽ മാമോദീസ കൊണ്ട് ചുംബിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു കമൻട്രി പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയുന്നുള്ളത്.
ദൈവിക ജീവന്റെ ഉറവിടമായ മാമോദീസ പരികർമ്മം ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് അനേകം ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിക്കുക എന്ന പൗരോഹിത്യ കർമ്മത്തെ അനുസ്മരിപ്പിക്കുവാൻ വേണ്ടിയാണ് മാമോദീസ തൊട്ടി ചുംബനം. ഇതാണ് ആ കമന്റ്. സ്നേഹമുള്ളവരെ, അങ്ങനെ ദൈവിക ജീവന്റെ ഉറവിടമായ ആ മാമോദീസ പരികർമ്മം ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ ആദ്യത്തെ ആധ്യാത്മിക സന്തതിയായിട്ട് ഞാൻ ജനിപ്പിക്കാൻ പോകുന്നത് കാതറിനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം തീർച്ചയായിട്ടും കാതറിന് കാണും. അപ്പോൾ ആ കാതറിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഉണ്ട്. സ്നേഹമുള്ളവരെ, കാതറിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് ധാരാളം ദൈവാനുഗ്രഹം കടന്നു വരുവാനായിട്ട് ഈ ഒരു നിമിഷം, ഈ ഒരു ബലിയിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമുക്ക് ഈ കുർബാനയിൽ തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ രണ്ട് നിയോഗങ്ങളും പ്രത്യേകം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ.